Hi friends, this is Abhijit. Actually, നമ്മൾ ഇന്ന് ഡേ 2 കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആക്ച്വലി പറയാൻ പോകുന്നത് കമൻറ്റ്സ് അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡൻറ്റേഷൻ. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് പൈത്തൺ എന്ന് പറയുന്ന കേസ്. അപ്പോൾ അത് ആക്ച്വലി എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം. കാര്യം ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഓരോ പ്രോഗ്രാമും എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ആക്ച്വലി ഇൻഡൻറ്റേഷൻ എന്താണെന്നാണ്, അതായത് പൈത്തണിലെ ഇൻഡൻറ്റേഷൻ എന്താണെന്ന്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തിനാണ് ഈ ഒരു ഇൻഡൻറ്റേഷൻ നമുക്ക് ആദ്യം മനസ്സിലാവും. അപ്പോൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യം ഞാൻ ആക്ച്വലി പറയാം, അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി ഒരു ഇൻഡൻറ്റേഷൻ എന്നത്. അതായത് എന്താണ് ഒരു പ്രോഗ്രാം, അതായത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. എന്തിനാ ഈ ഒരു ഇൻസ്ട്രക്ഷൻ? ടു ഡു സം പർട്ടിക്കുലർ ടാസ്ക് അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടാസ്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് ഇതെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 പിന്നെ 3 അപ് ടു n വരെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഡൻറ്റേഷൻ എന്തിനാ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില കേസസ് ഉണ്ടായിരിക്കും ഫങ്ഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടോളണം, നമ്മുടെ പ്രോഗ്രാമിൽ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫങ്ഷൻ നമ്മൾ എഴുതുമ്പോൾ ആക്ച്വലി ഇങ്ങനൊരു 2 ബ്രാക്കറ്റ് കൂടി ഇടും. പൈത്തണിലാണെങ്കിൽ ഒരു സെമി കോളനും കൂടി ഉണ്ടായിരിക്കും, അല്ല ഒരു കോളനും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ആക്ച്വലി നോക്കണ്ട, ജസ്റ്റ് ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ അകത്ത് കുറേയധികം എന്തുണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. എന്തിനാ സ്റ്റേറ്റ്മെൻറ്റ്? ടു ഡു സം വർക്ക് അല്ലെങ്കിൽ ടു ഡു സം പർട്ടിക്കുലർ ടാസ്ക്. അപ്പോൾ ഇങ്ങനെ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റിനെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കാൻ നേരത്ത് പല സ്ഥലങ്ങളിൽ നമുക്ക് സം എന്ന് പറയുന്ന ഒരു 2 നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് ഒരു പ്രോഗ്രാമിൽ പല സ്ഥലങ്ങളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് അത്രയും സമ്മ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനെ നമ്മൾ ഒരു ഫങ്ഷൻ വെച്ചിട്ട് ലേബിൾ ചെയ്യും അല്ലെങ്കിൽ ഫങ്ഷൻ ആക്കി എടുത്തിട്ട് അത് നമ്മളൊരു സ്ഥലത്ത് വെക്കും. എന്നിട്ട് ആ ഒരു ഫങ്ഷൻ നമ്മൾ വേണ്ട സമയത്ത് കോൾ ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫങ്ഷൻ്റെ ഉള്ളിൽ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും ടു ഡു സം വർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഫങ്ഷൻ്റെ അകത്ത് കുറേയധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു കമ്പൈലർ അല്ലെങ്കിൽ അതായത് ഈ ഒരു ഫങ്ഷൻ്റെ അകത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ഈ ഒരു ഫങ്ഷൻ്റെ അകത്തുള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും, പക്ഷേ കമ്പ്യൂട്ടറിന് ഒരിക്കലും അങ്ങനെ മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ പല ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫങ്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഈ ഫങ്ഷൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒന്ന് കാണിക്കാനായിട്ട് ഇപ്പോൾ സിയിലാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു കേർലി ബ്രാക്കറ്റ് ഇടും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണെങ്കിലോ ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. കാര്യം ഈ ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ടൊരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണെങ്കിൽ ഈ ഒരു ഫങ്ഷൻ കോൾ അല്ലെങ്കിൽ ഫങ്ഷനെ വിളിക്കാൻ നേരത്ത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിനൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ പൈത്തൻ്റെ കേസിൽ ഈ ഒരു കേർലി ബ്രാക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. പൈത്തൻ്റെ കേസിൽ വരുന്നത് ഇൻഡൻറ്റേഷനാണ്. ഇനിയാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ എന്തെന്ന് പറയാൻ. അതായത് ഫങ്ഷൻ എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സ്പേസ് വിട്ടിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ വിളിക്കാൻ നേരത്ത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യും. കാര്യം ഈ ഒരു ഫങ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിനെയാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു
ഈ ഒരു ഫംഗ്ഷൻ്റെ പേര് എന്ത് പേര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പേരിട്ടേക്കുവാണ്. ഈ ഒരു പേര് വിളിക്കുമ്പോൾ ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെതായിരിക്കണം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഫംഗ്ഷൻ്റെതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കാണിക്കാനാണ് ആക്ച്വലി ഇത്രയും സ്പേസ് നമ്മൾ വിട്ടേക്കുന്നത്. അത് പൈത്തൻ്റെ അകത്തുള്ള ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ പൈത്തൺ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്പേസ് വിടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഫംഗ്ഷൻ്റെ കേസ് പറയണ്ട. ഇപ്പോൾ ഒരു നമ്പർ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവും. ഇപ്പോൾ രണ്ട് നമ്പർ 5ഉം 5നേക്കാൾ ഇപ്പോൾ ഇങ്ങനൊരു സാധനം തരുവാണ്, 2 5നേക്കാട്ടി ചെറുതാണെന്ന് പറയുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സാധനം പ്രിൻ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഹലോ, ഇങ്ങനെയാണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിലേ ഇത് പ്രിൻ്റ് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത്, അതായത് ഇതിൻ്റെ അകത്തായിരിക്കണം ഇത് എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ ഇത്രയും സ്പേസ് വിട്ടേക്കണ കാര്യം. ഇത് ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ചുമ്മാ ഇവിടെ ഇടുവാണെങ്കിലോ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞു, പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ല, പിന്നെ അടുത്തതായിട്ടുള്ള ചുമ്മാ ഹലോ എക്സിക്യൂട്ട് ചെയ്യും. കാര്യം എന്താ, ഈ ഒരു പ്രിൻ്റ് ഹലോ എന്ന് പറയുന്നത് ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇതുമായിട്ട് കണക്ഷൻ ഉള്ളത് ഈ ഹലോയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. കാര്യം ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണിത്, ഇതിൻ്റെയും ഉള്ളിൽ വരുന്നതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ, അത് പൈത്തൻ്റെ അകത്ത് അങ്ങനെ സ്പേസ് വിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന, ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ് ഇൻഡൻറ്റേഷൻ? കാര്യം നമ്മൾ പല പ്രോഗ്രാംസും എഴുതി തുടങ്ങാൻ നേരത്ത് ഈ ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കും. പൈത്തൺ ഫുള്ള് ഈ ഒരു ഇൻഡൻറ്റേഷൻ ആയിരിക്കും. ബാക്കിയുള്ള ലാംഗ്വേജിൽ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ള ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് ഇട്ടാൽ മതി. പക്ഷേ പൈത്തണിൽ കേർലി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല, ജസ്റ്റ് ഈ ഒരു ഇൻഡൻറ്റേഷനാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് ഒരു ചോദ്യം ഇട്ടാൽ മതി, നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാതെ.